സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറഞ്ഞ ശേഷം ഒരു പ്രിയ സുഹൃത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു. ചേട്ടൻ അമരത്തെക്കുറിച്ച് പറ. അമരം എന്ന് പറയുന്ന ആ ഒരു സിനിമയെക്കുറിച്ച് പറയാൻ എന്നോട് പറഞ്ഞ സമയത്ത് എനിക്കൊരു ഒറ്റ പാട്ടാണ് ആ ഒരു സിനിമയെ എല്ലാ അഭിനയത്തെയും കൊണ്ടുവരേണ്ടി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. അത് വികാര നൗകയുമായി പറഞ്ഞ ആ ഒരു പാട്ടാണ്. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഒന്നുകൂടി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കേട്ടിട്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ആ ഒരു പാട്ടിന്റെ എൻഡിലേക്ക് നിങ്ങൾക്ക് നീക്കി കൊണ്ടുപോയിട്ട് ആ പാട്ടിന്റെ മുഴുവൻ അന്തസ്സത്തെയും കേൾക്കാം. എന്താണ് ആ പാട്ടിന്റെ ഏറ്റവും അന്തസ്സത്ത, അല്ലെങ്കിൽ ആ സിനിമയുടെ ആകെത്തുക എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു പാട്ടിലുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുക. സുഹൃത്തുക്കളെ, അമരം 1991 അമരം എന്ന് പറയുന്ന ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഒരു മഹാനായ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, അതിഗംഭീര സംവിധായകനാണ് AK ലോഹിതദാസ്. അദ്ദേഹത്തിന്റെ ഒരു തിരക്കഥയാണത്. ഇദ്ദേഹത്തിന്റെ തിരക്കഥയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഭരതിന് വേണ്ടിയിട്ട് 3-4 തിരക്കഥകളാണ് AK ലോഹിതദാസ് എഴുതിയിട്ടുള്ളത്. ആ 3-4 തിരക്കഥയും ആ 3-4 കഥയും ആ 3-4 സിനിമകളും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ദാ പൊളി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് ടച്ചിങ് ആണ്, ഇമോഷണലാണ്. മനുഷ്യനോട്, മനുഷ്യന്റെ നിറത്തോട്, മനുഷ്യന്റെ സംസ്കാരത്തോട്, മനുഷ്യന്റെ മണത്തോട് അത്രയേറെ ചേർന്ന് നിൽക്കുന്ന കഥകളായിരുന്നു ലോഹിതദാസ് എഴുതിയിരുന്നത്. അതും ഇമോഷനിലൂടെ ആയിരിക്കും, മനുഷ്യന്റെ മനസ്സിലൂടെ ആയിരിക്കും ലോഹിതദാസ് കടന്നു പോവുക എന്നർത്ഥം. അത് കാഴ്ചക്കാരനുള്ളിലേക്ക് എത്തിക്കാൻ ഭരതനെ പോലെയുള്ള, ലോഹിതദാസിനെ പോലെയുള്ള, ഒപ്പം തന്നെ സിബി മലിനെ പോലുള്ള സംവിധായകർ കൂടി ലോഹിതദാസിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നമുക്ക് അമരത്തിലേക്ക് വരാം. ഭരതിന് വേണ്ടി കൊടുത്ത തിരക്കഥയാണ് അമരം എന്ന് പറയുന്ന ആ ഒരു കടൽ തൊഴിലാളികളെ കുറിച്ചുള്ള കഥ. ഇത് കടൽ തൊഴിലാളികളെ കുറിച്ചുള്ള കഥ എന്നതിനേക്കാൾ അപ്പുറം കടൽ തൊഴിലാളിയായിട്ടുള്ള അച്ചൂട്ടിയുടെ കഥ എന്ന് പറയേണ്ടി വരും. അച്ചൂട്ടി എന്ന് പറയുന്ന ഒരു കടൽ തൊഴിലാളിയുടെ കഥയാണ്. ഇതൊരു കടൽ തൊഴിലാളിയുടെ കഥയാണ് എന്നതിനേക്കാൾ കൂടുതൽ അച്ചൂട്ടിക്ക് ആകെ ലോകത്ത് ഇഷ്ടമുണ്ടായിരുന്നത് 2 ആളുകളോട് മാത്രമായിരുന്നു. ഒരുപക്ഷെ ഒരാൾ കൂടി നമുക്ക് ചേർക്കാം. ആരുമില്ലാതായപ്പോൾ അയാൾ മാത്രമായിരുന്നു പിന്നെ, അല്ലെങ്കിൽ അവൾ മാത്രമായിരുന്നു അച്ചൂട്ടിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. അത് കടലമ്മയാണ്. എന്തായാലും അച്ചൂട്ടി ജീവനോളം സ്നേഹിച്ചിരുന്നത് സ്വന്തം മകളെയാണ്. പിന്നീട് ഒരല്പമെങ്കിലും പ്രണയം ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തൊട്ടയൽപ്പക്കത്തെ തൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളോടായിരുന്നു. കഴിയുമെങ്കിൽ അവളെ വിവാഹം കഴിക്കണമെന്ന് അച്ചൂട്ടി ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ അവരെ വിവാഹം കഴിക്കണമെന്ന് മകളടക്കം ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അവരുടെ പ്രണയത്തെ കുറിച്ചിട്ട്, ആരോടും പറയാത്ത ഒരു സ്നേഹത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് നടക്കാതെ പോകുന്ന നിമിഷങ്ങൾ കൂടി ഈ സിനിമയിൽ നമുക്ക് പങ്കുവെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ അഭിനയ രീതിയെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പാട്ടിനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. വികാര നൗകയുമായി എന്ന് പറഞ്ഞ പാട്ട് നോക്കൂ. മകൾ എന്ന് പറയുന്ന അവൾ വളർന്ന് വലുതാവുമ്പോൾ അച്ചൂട്ടിക്ക് ഒരുപാട് മോഹങ്ങളുണ്ട്. അവളെ ഒരുപാട് പൊസിഷനിലേക്ക് എത്തിക്കാൻ അച്ചൂട്ടിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും ഡോക്ടർ മതി, എൻ്റെ മകൾ ഡോക്ടർ ആയാൽ മതി എന്നൊക്കെ ആർത്തോർത്ത് ഇരിക്കുന്ന സമയത്താണ് അവള് ആ കരയിൽ തന്നെയുള്ള മറ്റൊരു മത്സ്യബന്ധനക്കാരനെ പ്രണയിച്ചു പോകുന്നത്. വലിയ ഇഷ്ടമൊന്നുമില്ല ആ ചെറുപ്പക്കാരനെ, പക്ഷെ പ്രണയിച്ചു പോയി. അത് അച്ചൂട്ടിക്ക് തീരെ ഇഷ്ടമല്ല. പരമാവധി നിർബന്ധിക്കാൻ ശ്രമിക്കുന്നു. അവസാനം അച്ചൂട്ടി അടക്കം വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ആ പ്രണയത്തിന് പിന്നാലെ അത്രയേറെ പൊന്നുപോലെ ഇഷ്ടം പോലെ വളർത്തിയ ആ ഒരു കൊച്ചുമകൾ പോയി പോകുന്നു. അതോടുകൂടിയിട്ട് ഈ മനുഷ്യൻ തകർന്ന് തരിപ്പണായി പോകുന്നുണ്ട്. ഒരു തകർച്ചയാണത്, അപാരമായ തകർച്ചയാണ്. തൻ്റെ മകൾ തന്നെ വിട്ടുപോയി, തൻ്റെ സ്നേഹത്തെ അവൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള വേദന അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇനി അയാൾക്ക് ഈ ലോകത്ത് താങ്ങായിട്ടുള്ളത് ഒരൊറ്റ മനുഷ്യനാണ്. അത് തൊട്ടയൽപ്പക്കത്തെ തൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളാണ്. അത് കിട്ടുമെന്ന് വിചാരിക്കുന്ന സമയത്താണ് അവരെ കൂടി വിവാഹം കഴിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് സിനിമ എത്തിപ്പെടുന്നത്. അവസാനം ഈ ലോകത്ത് തനിക്ക് നേടിയെടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന 2 പേരും കൂടി പോയി എന്ന് തിരിച്ചറിയുന്ന നിമിഷമുണ്ട്. ഈ പാട്ടിൻ്റെ ഇടയ്ക്കാണ് തൻ്റെ കാമുകിയുടെ വിവാഹം കഴിഞ്ഞ്, അവൾക്ക് കൂടി ഒട്ടുമേ ഇഷ്ടമില്ലാതെയാണ് വിവാഹം കഴിഞ്ഞ് പോകുന്നത്. ആ കരയിൽ നിന്ന് തൻ്റെ കാമുകിയുടെ വിവാഹം കഴിഞ്ഞ് ആ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അച്ചൂട്ടി തൻ്റെ പെരയിൽ ഇരിക്കുകയാണ്. ഓലമേഞ്ഞ പെരയിൽ നിലത്തിരിക്കുകയാണ്. തൊട്ടുപുറത്ത് ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിലേക്ക് തൻ്റെ കൈ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. തൊട്ടുപുറകിൽ നമുക്ക് കാണാം അഴിയിട്ട ജനാല വഴി തൻ്റെ കാമുകി വിവാഹം കഴിഞ്ഞ് പോകുന്നത് അച്ചൂട്ടിക്ക് കൃത്യമായിട്ട് കാണാം. പക്ഷേ അച്ചൂട്ടി നോക്കുന്നില്ല കേട്ടോ. ഈ നിമിഷങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാഴ്ചക്കാരെ, അഭിനയം ഇഷ്ടമുള്ള നിങ്ങൾ, മമ്മൂട്ടിയുടെ അഭിനയം ഇഷ്ടമുള്ള നിങ്ങൾ ആ രംഗത്ത് മമ്മൂട്ടിയുടെ മുഖത്തെയും നോക്കണം. നോക്കാതെ നോക്കുന്നുണ്ട് മമ്മൂക്ക.
മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ആ നിമിഷത്തില് തന്റെ വേദന മുഴുവൻ കടിച്ചമർത്തിക്കൊണ്ട് താൻ അത്രയേറെ തകർന്നു പോയിരിക്കുന്നെന്ന് നമ്മൾ കാഴ്ചക്കാരെ കാണിപ്പിക്കുന്നത് ആ തൊട്ടു പുറകിലൂടെ പോകുന്ന ആ കാഴ്ച കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരല്പം ഒന്ന് നീക്കുമ്പോഴാണ്. ഒരു പക്ഷേ ആ കണ്ണൊരല്പം നീക്കിയപ്പോൾ കാണാതെ കണ്ടിരിക്കാം അവളെ, അത്ര മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാണാതെ കണ്ടിരിക്കാം, നമ്മുടെ കാഴ്ചയ്ക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഒരു പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഈ ഭാഗം മുഴുവൻ കാണാൻ കഴിയും ചിലപ്പോൾ എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു നിമിഷത്തിൽ കാണാതെ മാത്രം കണ്ടിരിക്കാം ആ ഒരു സ്ത്രീയെ. അവൾ അങ്ങനെ നടന്നു പോകുന്നതോട് കൂടിയിട്ട് അറിയാതെ ഇനി അവളെ കാണേണ്ടതില്ല എന്ന് തോന്നലോട് കൂടിയിട്ട് പെട്ടെന്ന് തല പിൻവലിക്കുന്നുണ്ട്. വീണ്ടും നോക്കണമെന്നുള്ള അപാരമായിട്ടുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അത് വേണ്ടാന്ന് മനസ്സായോട് പറയുന്നുണ്ട്. ഈ നിമിഷത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത ഒരു ആക്ടിങ്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ആ പാട്ട് രംഗത്തിൽ നിങ്ങളത് കാണണം. അതും കഴിഞ്ഞ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അത്രയേറെ ഇഷ്ടമുണ്ടായിരുന്ന തൻ്റെ മകൾ തന്നെ വിട്ടു പോയിരിക്കുന്നു. പിന്നീട് ഇഷ്ടമുണ്ടായിരുന്ന സ്വന്തമാക്കണമെന്ന് തോന്നിയ ഏറ്റവും പ്രിയപ്പെട്ടവൾ കൂടി വിവാഹം കഴിഞ്ഞ് ആ കര വിട്ടു പോയിരിക്കുന്നു. അയാൾക്കിനി ആരുമില്ല, അച്ചൂട്ടിക്കിനി ഒരാളുമില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തനിക്കിനി ഒരാളുമില്ല എന്ന് ഇനി എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. ആ പാട്ടിന്റെ രംഗത്ത് അവസാനം കടൽക്കരയിൽ കിടക്കുകയാണ്. ഈ കടന്ന കിടപ്പില് അച്ചൂട്ടി ആഗ്രഹിക്കുന്നത് രണ്ടുപേരെയാണ്. ഒന്ന് തൻ്റെ മകളെ ആയിരിക്കാം, രണ്ട് തനിക്ക് കിട്ടാതെ പോയ ആ പ്രണയത്തെ ആയിരിക്കാം. ഈ രണ്ട് രംഗങ്ങൾ കൂടി എങ്ങനെയാണ് കാഴ്ചക്കാരിലേക്ക് എത്തിക്കേണ്ടതെന്ന് ഒരുപക്ഷെ സംവിധായകൻ ഭരതൻ ആലോചിച്ചിരിക്കാം. ലോഹിതദാസ് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ലോഹിതദാസ് അത് അങ്ങനെ എന്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മമ്മൂട്ടി അതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ ആ രംഗത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഒരൊറ്റ കാര്യമാണ്. തനിക്ക് ഈ ലോകത്ത് ആരുമില്ലെങ്കിലും ഇനി കടലുണ്ടെന്നും ഈ കടലമ്മയുണ്ടെന്നും നമുക്ക് ബോധ്യപ്പെടുത്താൻ എന്നോണം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്യുന്നത് ആ ഓർത്തോർത്ത് കിടന്ന് നെഞ്ച് തകരുന്ന സമയത്ത് കടൽക്കരയിലെ മണലിനെ മുഴുവൻ തൻ്റെ നെഞ്ചോട് അടുക്കി പിടിക്കുന്നുണ്ട്. ആ പാട്ടിന്റെ അവസാന രംഗം നിങ്ങൾ നീക്കിപ്പോയി കണ്ടാൽ മതി, സ്വൈപ്പ് ചെയ്ത് നിങ്ങൾ പോയി കണ്ടാൽ മതി. അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് കാണാം ആ കടൽക്കരയിലെ ആ പഞ്ചാര മണലിനെ തൻ്റെ നെഞ്ചോട് അടുക്കി പിടിച്ച് അമർത്തി അതിൽ കിടന്ന് കണ്ണടയ്ക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ, അതായത് അച്ചൂട്ടി എന്ന് പറയുന്ന ആ ഒരു അരയൻ. കാരണം അയാൾക്കിനി വേറൊരാളുമില്ല, ഇനി കടല് മാത്രമേ ഉള്ളൂ, താൻ ചവിട്ടി നടന്ന ആ മണലേ ഉള്ളൂ എന്ന് കാഴ്ചക്കാരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ആ വേദനകൾ മുഴുവൻ നെഞ്ചോട് ആ മണൽ അമർത്തിപ്പിടിച്ച് ആ മണലിലേക്ക് ചായച്ചു കൊടുത്ത് ആ വേദന മുഴുവൻ പകർന്നു കൊടുത്ത് കടലമ്മയ്ക്കും കടലിനും ഭൂമിക്കും പകർന്നു കൊടുത്ത് ആ മനുഷ്യന് കിടക്കുന്ന ഒരു കിടപ്പുണ്ട്. ആ ഒരൊറ്റ നിമിഷത്തിലാണ്, ആ ഒരൊറ്റ അഭിനയ രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരൊറ്റ അഭിനയ ആ ഭാവത്തിലാണ് സിനിമയുടെ ആകെ തുക കെടുക്കുന്നത് എന്ന് ഞാൻ പറയും. അവസാനമുണ്ട്, വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് അവസാന രംഗത്തുണ്ട്. നിനക്ക് അച്ഛൻ ഇനി ആരുണ്ട് എന്ന് മകൾ വന്ന് ചോദിക്കുമ്പോൾ നീ കരയേണ്ട മക്കളെ, എൻ്റെ കടലമ്മയുണ്ടല്ലോ, അച്ചൂട്ടി കരഞ്ഞു കഴിഞ്ഞാൽ കടലമ്മ മാടി വിളിക്കും, അച്ചൂട്ടി കരഞ്ഞു കഴിഞ്ഞാൽ സമാധാനിപ്പിക്കാനും ചിരിക്കാനൊക്കെ കടലമ്മയുണ്ടെന്ന് പറഞ്ഞ് കടലിലേക്ക് വഞ്ചുന്തി പോകുന്ന അച്ചൂട്ടി കൂടി നമുക്ക് പറയാൻ വേണമെങ്കിൽ ഗദ്ഗതത്തോടു കൂടിയിട്ട് നമ്മളൊരു വിഷമത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഡയലോഗിനെ കൂടി നമുക്ക് പറയാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയേണ്ടത് എൻ്റെ ആ പ്രിയ സുഹൃത്തെ, നന്ദി ഈ സിനിമയെ കുറിച്ച് പറഞ്ഞതിന്. ഞാൻ ഇതൊരിക്കൽ പറഞ്ഞു തന്നെ ഐ എം സോ സോറി, അദ്ദേഹം അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒരു പക്ഷേ അത്രയേറെ സുന്ദരമായിട്ട് വേറെ ഏതെങ്കിലും സിനിമയിൽ ഈ മനുഷ്യൻ ഏതെങ്കിലും ഒരു ഇമോഷനെ ശബ്ദത്തിലൂടെ അല്ലാതെ വെറും ആംഗ്യത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഡയലോഗ് പറയുന്നില്ല, ഒരു വറ്റ് ഡയലോഗ് പറയുന്നില്ല. നമ്മുടെ മുമ്പിലൂടെ കരച്ചിലിൻ്റെ ഒരു ഗദ്ഗത ശബ്ദം പോലുമില്ല. പാട്ടുരംഗമാണെന്നേ, വികാര നൗകയുമെന്ന് പറയുന്ന പാട്ടുരംഗമാണ്. ആ പാട്ടുരംഗത്തിന്റെ അവസാനത്തിലാണ് മണലിനെ അടക്കി പിടിച്ച ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത്. പൊന്നു സുഹൃത്തുക്കളെ, മമ്മൂട്ടിയാണ്, അഭിനയമാണ്, കളരിയാണ്. ബൈ.